ഗുരുവിൻ്റെ കാലൊന്ന് തൊട്ട് തൊഴുതാൽ വലിയ അപരാധമാണ്. ആണെന്നൊരു കാലത്ത് ഞാനും വിശ്വസിച്ചിരുന്നു. അത് എൻ്റെ ആത്മകഥയുടെ ഒരു ചെറിയ അംശം ഞാൻ പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലം 3rd ഇയർ മറ്റുമാണ്. അപ്പോൾ ചിന്മയാനന്ദൻ, സ്വാമി ചിന്മയാനന്ദൻ തിരുവനന്തപുരത്ത് വന്നു. അന്ന് ഇത്രയും സെക്യൂരിറ്റി ഒന്നുമില്ല, നമുക്ക് വിമാനത്തിൻ്റെ കോണിപ്പടിയുടെ അവിടം വരെ പോവാം. അപ്പോൾ ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഉച്ചയ്ക്ക് 12:15 മറ്റാണ് ഫ്ലൈറ്റ് വരുന്നത്. ആ ഉരുകുന്ന ടാറിൽ ചിന്മയാനന്ദൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അത് അഭിമാനപൂർവ്വം ഞങ്ങൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു, സ്വാമി ചിന്മയാനന്ദൻ വന്നു, എനിക്കൊരവസരം കിട്ടി, ഞാൻ ആ ഉരുകുന്ന ടാറിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. വലിയ ചാരിതാർത്ഥ്യത്തോടെ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ ഞങ്ങൾ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സ്വന്തം അച്ഛനാണെങ്കിലും ശരി കാലിൽ വീഴാനൊന്നും എന്നെ കിട്ടില്ല. അപ്പോൾ ഹോസ്റ്റലിൽ ഡോക്ടർ R.V.G. മേനോൻ റെസിഡൻറ്റ് ട്യൂട്ടർ എന്ന് പറയും, ഹോസ്റ്റലിൽ തന്നെ താമസിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ താമസം ഹോസ്റ്റലിലാണ്, അദ്ദേഹം എപ്പോഴും ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ട് ഈ ഞങ്ങൾ 4-5 പേര് കൂടി നിൽക്കുന്നത്. മേനോൻ സാറ് എന്നോട് പറഞ്ഞു, സാർ ഇപ്പോഴും ജീവനോടെ ആക്റ്റീവായിട്ടുണ്ട് തിരുവനന്തപുരത്ത്, സാറിത് കാണുന്നെങ്കിൽ കാണട്ടെ, ഞാൻ സത്യമാണ് പറയുന്നത്. സാർ എന്നോട് പറഞ്ഞു, മോഹൻദാസിൻ്റെ അഹങ്കാരം മാറാൻ ഒരു 35 വയസ്സാകണം എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എനിക്ക് മേനോൻ സാറിനോട് ഉള്ളിൽ വല്ലാത്തൊരു ബഹുമാനമുണ്ട്. സാറാണ് ആകെ എന്നെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരാൾ. സാറ് പിടിച്ചാലേ ഞാൻ നിൽക്കുള്ളൂ, വേറെ ആരും ആണെങ്കിലും ഞാൻ ഒതറിക്കളയും. ചെറുപ്പത്തിൻ്റെ ഇതാണ്, എടുത്തുചാട്ടമാണ്. അപ്പോൾ എടുത്തുചാട്ടത്തിൽ ആകെ ഒരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ നിൽക്കുമെങ്കിൽ അത് മേനോൻ സാറിൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ നിന്നില്ലെങ്കിൽ ഞാൻ പോയി, പിന്നെ വേറെ ആരും നോക്കണം. ചരട് പൊട്ടിയ പട്ടമായി. ചരട് പൊട്ടി. അതാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. വർഷങ്ങൾ കടന്നുപോയി. 2000 അതോ 2001 ടാഗോർ സെൻറ്റിനറി ഹാളിൽ തിരുവനന്തപുരത്ത് വലിയൊരു പ്രോഗ്രാം. അതിൽ ചെറിയൊരു റോൾ എനിക്കും ഉണ്ടായിരുന്നു. മേനോൻ സാർ അതിൽ സ്പീക്കറായിട്ട്, R.V.G. മേനോൻ അതിൽ വൺ ഓഫ് ദ മെയിൻ സ്പീക്കേഴ്സ്. ഞാൻ കയറി ചെന്നപ്പോൾ ഏറ്റവും മുൻനിരയിൽ, ഹോള് നിറഞ്ഞ് കവിഞ്ഞു, 950 പേരാണ് അതിൻ്റെ കപ്പാസിറ്റി, ഫുള്ളാണ്. ഏറ്റവും മുൻനിരയിൽ മറ്റ് പലരും ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ R.V.G. മേനോൻ ഇരിക്കുന്നു. 950 പേരെ സാക്ഷിയാക്കിയിട്ട് ടാഗോർ തിയേറ്ററിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചു സാറിൻ്റെ കാലിൽ. നേരിയ നനമുള്ള കണ്ണുമായിട്ട് സാർ എന്നെ പിടിച്ചെണിപ്പിച്ചു. എന്താ ഈ കാണിക്കുന്നത്? ഇത്രയും ആളുകളും ഇങ്ങനെ, ഒരാൾ വന്നിട്ട് മറ്റൊരാളുടെ കാൽക്കൽ അങ്ങ് വീഴുകയാണ്. വാട്ട് ഈസ് ദിസ് എന്നുള്ള മട്ടിൽ. അപ്പം ഞാൻ പഴയ കാര്യം സാറിനെ ഓർമ്മിപ്പിച്ചു. സാറിന് ഓർമ്മയുണ്ടോ ഇതൊക്കെ? സാറ് പറഞ്ഞു, മോഹൻദാസിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് സാർ, ഞാനത് ഒരിക്കലും മറക്കില്ല. 35 വയസ്സാകും എന്ന് സാറ് പറഞ്ഞു. 29 വയസ്സായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാനാണ് ഈ ലോകത്തിൻ്റെ കാൽക്കൽ വീഴേണ്ടവൻ, ലോകം എൻ്റെ കാൽക്കൽ വീഴുന്നവനല്ല. എനിക്കാണ് ഒരു യോഗ്യതയുമില്ലാത്തവൻ. എന്നേക്കാൾ മഹാന്മാരാണ് ഈ ലോകത്തിൽ നിറയെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ സുനിലിനോട് പറയുന്നു, ആരുടെയും, അത് പ്രായമോ പൊസിഷനോ ഒന്നും നോക്കാതെ ആരുടെയും കാല് തൊട്ട് തൊഴാൻ എനിക്ക് ഒരു മടിയുമില്ല. ജീവിതം എന്നെ അത്രയ്ക്കും പഠിപ്പിച്ചു. എത്ര ചെറുതാണ് നമ്മളൊക്കെ, എത്ര വലുതാണ് എന്ന് പഠിപ്പിക്കുന്നത് ഒരു കാര്യം, എത്ര ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കും. ഇത് കേരളത്തിന് പുറത്തു പോയപ്പോൾ 24-ാം വയസ്സിൽ തന്നെ കേരളത്തിന് എന്നെ വേണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ നിൽക്കാൻ നോക്കി, ബട്ട് കേരളം പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ശരി, ഞാൻ പുറത്തിറങ്ങി. ആ കഥ നമ്മൾ പ്രേക്ഷകരോട് പറയാമെന്നൊരു വാഗ്ദാനമുണ്ട്, ഇതുവരെ പറഞ്ഞില്ല പൂർണ്ണമായി. പ്രേക്ഷകർ വെറുതെ 1 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞു, ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. എനിവേ,
കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വികസിച്ചു. എത്ര വലിയ ആൾക്കാരാണ് ഈ ലോകം നിറയെ എന്ന് മനസ്സിലായി. സാറ് 35 പറഞ്ഞെങ്കിലും ഒരു 24, 5, 29, 5 വർഷം കൊണ്ട് ഞാൻ പഠിക്കേണ്ട പാഠങ്ങളെല്ലാം പഠിച്ചു. ഞാൻ ഒതുങ്ങി അടങ്ങി. എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നേക്കാൾ വലുതാണ്, ഞാൻ തീരെ ചെറുതാണ്. ഈ മനസ്സിലാക്കൽ ചെറുപ്പം മുതൽ ഓരോ കുട്ടിക്കും ഉണ്ടാവണം. ഐ ആം സോ സ്മോൾ, എന്നേക്കാൾ വലുതാണ് ആൾക്കാർ. ഇപ്പോൾ ആൾക്കാർ പറയുന്നില്ലേ, ഒരാളുടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കുക എന്ന് പറയും. എന്തിന് പ്രായത്തെ ബഹുമാനിക്കണം? പ്രായമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ മയിൽക്കുറ്റി 125 ബ്രിട്ടീഷുകാരുടെ കാലത്തിട്ട മയിൽക്കുറ്റിയാണ്. ഒരുപാട് പ്രായമുണ്ട്, ബഹുമാനിക്കാറില്ലല്ലോ. പ്രായത്തെ ബഹുമാനിക്കുന്നു നമ്മൾ ആ നോളജിനെയാണ് ബഹുമാനിക്കുന്നത്, അയാളുടെ അക്രൂഡ് നോളജ്. ഒരുപക്ഷെ ആ നോളജ് പകർന്നു തരാൻ അയാൾക്ക് കഴിവില്ലായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് കാണാം, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാൽ എന്ത് വാങ്ങിക്കോട്ടെ. ഹീ ഹാസ് നോളജ് അക്വയർഡ് ത്രൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. ജീവിതാനുഭവങ്ങളുടെ വലിയൊരു പാഠമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ. അയാളെ നമ്മൾ കാൽക്കൽ വീണ് തൊഴുന്നു. ഇതുകൊണ്ടാണ് ഇവർ ഒക്കെ പറയാറുണ്ടല്ലോ, കാലിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത്. ശൂദ്രൻ എന്താ കുറഞ്ഞ ആളായതുകൊണ്ടാണോ കാലിൽ നിന്നുണ്ടായത്? എന്നാൽ കാല് തൊട്ട് തൊഴാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ശൂദ്രൻ നമസ്കരിക്കുന്നത്, ശൂദ്രൻ്റെ ഉത്ഭവത്തെ നമസ്കരിക്കാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. ഞാൻ വേറൊരു ആംഗിളിൽ ഞാൻ പറയുകയാണ്. ആ ഒരു ആംഗിൾ എടുത്താൽ തന്നെ പാദ നമസ്കാരം നല്ലതല്ലേ? ശൂദ്രനെ നമസ്കരിക്കുകയല്ലേ, ശൂദ്രൻ്റെ ഉറവിടത്തെ നമസ്കരിക്കുകയല്ലേ? അത് ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ? മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, അവരുടെ മുമ്പിൽ തലകുനിക്കാൻ. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിച്ചിരുന്നു, ആരുടെ മുമ്പിലും ഞാൻ തലകുനിക്കുകയില്ല. എൻ്റെ സുനിലെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ മുമ്പിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു. അവർ കുനിയണമെന്ന് പറഞ്ഞതല്ല, അതെ, എൻ്റെ തല കുനിഞ്ഞു പോയി. അപരാധബോധം കൊണ്ട്, കുറ്റബോധം കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട് ഏതൊരു ഹിമാലയത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നറിഞ്ഞിട്ട് ഈശ്വരനെ പോലെ ചില മനുഷ്യർ അവരുടെ മുമ്പിൽ ഓർക്കാതെ നമ്മൾ തലകുനിഞ്ഞു പോകും. ഇങ്ങനെ എവിടെയൊക്കെയോ ഞാൻ തലകുനിച്ചു. തലകുനിക്കുന്നൊരു മോശം കാര്യമല്ല. ഇതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ആരുടെയും മുമ്പിൽ തലകുനിക്കുകയില്ല, ഒന്നുമില്ല, വെറുതെ കഴുത്തൊടിഞ്ഞു പോകും ആരുടെയും മുമ്പിൽ തലകുനിച്ചില്ലെങ്കിൽ. മനസ്സിലായോ? കുനിപ്പിക്കും. ഇപ്പോൾ ഹിന്ദിക്കാർ പറയുന്നുണ്ട്, ദുനിയ ഝുക്തി ഹെ ഝുക്കാനാ വാല ചാഹിയേ. ലോകം തലകുനിക്കും. തല കുനിക്കുന്ന ആ ഒരാളുണ്ടാവണം, വ്യക്തി ഉണ്ടാവണം. അതെ അതെ, അവൻ്റെ മുമ്പിൽ തലകുനിക്കും. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ തലകുനിക്കും. വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ? വല്ലവനും കൂടി കുരിശിൽ തറച്ച് കൊന്ന ഒരാൾ ഇല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് കുരിശിൽ തറച്ച് പടഞ്ഞ് മരിച്ച ഒരാളാണ് യേശുക്രിസ്തു. നമ്മൾ സിമ്പിളായിട്ട് നോക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും തലകുനിക്കുന്നു, ലോകം മുഴുവൻ. ആ മനുഷ്യൻ ആരോടും തലകുനിക്കാൻ ആവശ്യപ്പെട്ടില്ല, ബട്ട് എല്ലാവരും തലകുനിക്കും, സകല മനുഷ്യർ. നിങ്ങൾക്കൊരു സ്പിരിച്വൽ പവർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ആൾക്കാർ തലകുനിക്കും. ഈ തലകുനിക്കുന്നത് മോശമാണ്, കാല് തൊട്ട് തൊഴുന്നത് മോശമാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്കും, കേരളം വിട്ട് കഴിഞ്ഞാൽ, ഒരു കർണാടകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നോർമൽ വിഷിങ്, പ്രായമുള്ള ആളാണെങ്കിൽ അവരിങ്ങനെ കാല് തൊട്ട് ഒന്നിങ്ങനെ കുനിയും, മറ്റേ ആൾ കുനിയണ്ട എന്നുള്ള അർത്ഥത്തിൽ 2 തോളത്ത് നിന്ന് പിടിക്കും, അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന മട്ടിൽ തലയിൽ നിന്ന് കൈവയ്ക്കും. വലിയ സിനിമാ താരങ്ങൾ പോലും അവരുടെ സീനിയർ ആൾക്കാർ വരുമ്പോൾ, അമിതാഭ് ബച്ചനേക്കാൾ സീനിയർ ഒരാൾ വെച്ച് വരുന്നു, പഴയ വലിയ നടനാണ്, അമിതാഭ് ബച്ചൻ തലകുനിക്കും. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ഈ ഒരു നല്ല സംസ്കാരം കുട്ടികളിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കുന്നതിൽ തെറ്റെന്താ? അത് BJP നേതാവ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, സോ വാട്ട്? അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും ഈ കുട്ടികളെ? പ്രൈമറി സ്കൂളിലെ സാറിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മടക്കിക്കുത്തിയ മുണ്ട് സുനിൽ അഴിച്ചിടും. ഉറപ്പായിട്ടും സുനിൽ ആ സാറിനേക്കാൾ ക്വാളിഫൈഡായി, ആ സാറിനേക്കാൾ പ്രശസ്തനായി, അറിയപ്പെടുന്നവനായി, സൗഹൃദവലയമായി, ഒരുപാടൊക്കെ ആയി. സാറിപ്പോഴും പഴയ സാറാണ്, ബട്ട് സാറിനെ കാണുമ്പോൾ ഓർക്കാതെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും ബഹുമാനം സുനിൽ ആ സാറിനോട് ഉണ്ടായിരുന്നില്ല. ഇല്ല, ബഹുമാനം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ ഉള്ളിൽ ബഹുമാനം വർദ്ധിച്ചു വന്നു. എങ്ങനെ സാധിക്കുന്നു? 4 അക്ഷരം എന്നെ പഠിപ്പിച്ച്
ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമായി തീർന്നെങ്കിൽ അതിൻ്റെ അടിത്തറ പാകിയ മനുഷ്യനാണ് ഈ വളഞ്ഞു കുത്തി വടിയും കുത്തി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു വിനയം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തെറ്റെന്ത്? എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? ഇതിലെവിടെയാണ് RSSും BJP ഉള്ളത്? ബേസിക് മനുഷ്യൻ്റെ സംസ്കാരം അത് പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിക്കുന്നു. ഇത് അവരുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അവരുടെ പിന്നെ പലപ്പോഴും അവർക്കിത് ഫൂളിഷാണെന്ന് മനസ്സിലാവുക, അവർ തിരിച്ചു പോകും. പിന്നെയും ഇത് സടകുടഞ്ഞെണീക്കും. കാരണം മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണ്, അൻ എക്കണോമിക് ബീയിങ്. ഈ സാധനം ഇവരുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരും. എന്നിട്ട് അവരുടെ പിള്ളേരൊക്കെ പഠിക്കുന്നതോ ഒന്നാം തരം സ്കൂളിൽ, ഇത്തരം കൾച്ചറൊക്കെ ഉള്ള ചിന്മയ സ്കൂളിൽ, അല്ലെങ്കിൽ മറ്റ് അമൃത വിദ്യാപീഠം അവിടെ ഇവിടെയൊക്കെ അവിടെ ഈ കൾച്ചറൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. ഗവൺമെൻറ് പള്ളിക്കൂടത്തിലോ അവിടെ ഇവിടെയോ ഇതൊന്നും പാടില്ല. ശരി, പാടില്ല. പ്രൈവറ്റ് പള്ളിക്കൂടത്തിൽ അവർ ചെയ്യുന്നു, അതും പാടില്ല. അതിൽ ഇപ്പോഴും ഇതിൽ തെറ്റെന്താണെന്ന് ഇവർ പറയുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ പോകുന്നു, 19-ാം നൂറ്റാണ്ടിൽ പോകുന്നു. ശരി, 19-ാം നൂറ്റാണ്ടിലാണ്, 18-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യൻ മുണ്ടുകൊടുത്തതല്ലേ. അത് 18-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞ് മുണ്ടഴിച്ച് തലയെ കെട്ടിക്കൊണ്ടാണ്. വാട്ട് ഈസ് ദിസ്? ഒരു നല്ല കാര്യം നിങ്ങൾ വർഷങ്ങളായിട്ട് തുടരുന്നു എങ്കിൽ അത് തുടരുന്നതിൽ തെറ്റെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, 15-ാം നൂറ്റാണ്ട് മുതൽ ഈ വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് തകർക്കണം. എന്തിന് തകർക്കണം? ഇറ്റ് ഈസ് വർക്കിംഗ് ബ്യൂട്ടിഫുള്ളി. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, യു ആർ ബ്രേക്കിംഗ് ഇറ്റ് ഇൻഡിവിജ്വലി. അതല്ല, വിവാഹമേ പാടില്ല, താലി പൊട്ടിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഭ്രാന്താണിത്? സംസ്കാരം നശിപ്പിച്ചേ അടങ്ങുള്ളൂ. നല്ല കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല. മഹാവൃത്തികേടാണ്. പക്ഷേ ഈ പിണറായി വിജയൻ്റെ കാല് തൊട്ടുവിടുന്ന ഒരുപാട് ചിത്രങ്ങളും വീഡിയോയും ഉണ്ട്. വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മ പിണറായി വിജയൻ്റെ കാൽക്കൽ നമസ്കരിച്ചില്ലേ? അവർ ഗുഡ് ടേംസിലായിരുന്ന കാലത്ത്. പിന്നെ അവർ പിണറായി വിജയനെ ശപിച്ചു, പിണറായി വിജയനെതിരെ അവർ തെരഞ്ഞെടുപ്പിൽ എന്ത് വാങ്ങിക്കോട്ടെ. ബട്ട് ഷീ പെർഫോം ദാറ്റ് ആക്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്. മോഹൻലാലൂടെ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരു കുട്ടിക്ക്, ഒരു ചെറുപ്പക്കാരന് പിണറായി ഒരു സമ്മാനം കൊടുക്കുന്നു. ആ സമ്മാനം കൊടുക്കുന്ന വേദിയാണ്. ആ കുട്ടി ആദ്യം വന്നിട്ട് പിണറായിയുടെ പാദ നമസ്കാരം നടത്തുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ല, പ്രത്യേകിച്ച് ആരെയും നമസ്കരിക്കാനില്ലെങ്കിൽ ഈ കലാകാരന്മാരൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, അവരുടെ വേദി തൊട്ട് നെറ്റിയിൽ വയ്ക്കും. കാരണം ഈ വേദിയാണ് ഞാനെന്ന കലാകാരനെ ഉണ്ടാക്കിയത്, പോപ്പുലറാക്കിയത് ഒക്കെ ഈ വേദിയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ വേദി അവർ നമസ്കരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷക്കാരൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ അതിലൊന്ന് തൊട്ട് തൊഴുന്നു. ഡ്രൈവർ സ്റ്റിയറിങ്ങിൽ തൊട്ട് നെറ്റിയിൽ വയ്ക്കുന്നു. കാരണം ഇതുകൊണ്ടാണ് എൻ്റെ ഉപജീവനം, ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ ഗുരു. എവറിത്തിങ് ഈസ് ദിസ് മെഷീൻ. ആ മെഷീനെ പേഴ്സോണിഫൈ ചെയ്തിട്ട് അതിനെ തൊഴുന്നു. കടലിനെ കടലമ്മ എന്ന് വിളിക്കുന്നു, പേഴ്സോണിഫൈ. കടൽ അമ്മയൊന്നുമല്ല, കടലല്ല നമ്മളെ പ്രസവിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കടലമ്മ എന്ന് വിളിക്കുന്നു. കടലമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചു കഴിഞ്ഞാൽ അതിന് ഭാവന വേണം. അതുപോലെ ആരുടെയോ ഭാവനയിൽ വന്നതാണ് ഭാരതാംബ. ഭാരതം നമ്മുടെ അമ്മയാണ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാവ് സങ്കല്പിച്ച് ഒരു വര വരച്ചു. അത് ശിവകാശി കലണ്ടർ പോലെ ഇരിക്കുന്നു. ഓക്കെ, ഫൈൻ, അത് അയാളുടെ പ്രതിഭയിൽ അങ്ങനെ തോന്നി അങ്ങനെ വരച്ചു. ഭാരത് മാതാവ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, കണ്ടിട്ടുണ്ടോ? പലയിടത്തും ഭാരത് മാതാവ് കാവിക്കൊടി പിടിച്ച് നിൽക്കുന്നുണ്ട്, ത്രിവർണ്ണ പതാക പിടിച്ച് നിൽക്കുന്നുണ്ട്, സിംഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല അതിന്. അത് RSSൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനും എത്രയോ കാലമായിട്ട് RSSകാരനാണ്. RSSൻ്റെ ചില ഫങ്ഷൻസിൽ ഞാനത് കണ്ടിട്ടുണ്ട്, ചിലതിലില്ല. അതെവിടെയെന്ന് ആരും ചോദിക്കാറില്ല. ഇതെന്തിനും വെച്ചു എന്നും ചോദിക്കാറില്ല. അത് ആ ലോക്കൽ സംഘാടകർ ആരെങ്കിലും വെച്ചാൽ വെച്ചു, വെച്ചില്ലെങ്കിൽ വെച്ചില്ല, ഇത്രയേ ഉള്ളൂ. അത് RSSൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈ അസാമാന്യമായ അപകർഷബോധം കമ്മ്യൂണിസ്റ്റുകാരുടെ, ആ അപകർഷബോധം വയലൻസായിട്ടും എല്ലാത്തിനെയും ധിക്കരിക്കുന്ന ഒരു പ്രവണതയായിട്ടും ആരോടും തട്ടിക്കയറുക, ആക്രോശിക്കുക, സമാധാനമായിട്ട് സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ ഇല്ല. വന്ന് അല്പം സമാധാനത്തിൽ സംസാരിക്കുന്ന ആൾ തോമസ് ഐസക്കാണെന്ന് പറയേണ്ടി വരുന്നു. കാര്യം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു മര്യാദയും ചിരിയും മയമുണ്ട് മുഖത്ത്. പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ, നമുക്ക് എഗ്രീബിൾ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പറച്ചിൽ, പക്ഷേ പറയാൻ ഒരു മര്യാദയുണ്ട്. ബാലഗോപാൽ, ഒരു മര്യാദയുണ്ട് പറയാൻ.
ഇപ്പം ഈ ബഹളം വയ്ക്കുന്ന ആളുകൾ, ശിവൻകുട്ടി അടക്കമൊക്കെ, അവരുടെ ബോഡി ലാംഗ്വേജ്, ദ വേ യു പ്രസൻറ്റ് തിങ്, എവറിത്തിങ് ഈസ് അൺപ്ലസൻറ്റ്. പുള്ളിക്ക് ഇതുവരെ 35 വയസ്സായിട്ടില്ല ശിവൻകുട്ടിക്ക്. വയസ്സ് എത്രയും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അല്ല, തിരിച്ചറിവായില്ല. പൊതുരംഗത്തുള്ള ആളുകൾ കാണിക്കേണ്ട ഒരു മര്യാദയോ പക്വതയോ വാക്കുകളിൽ ഒന്നുമില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുകയോ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ ഞാൻ ഏറ്റവും മാന്യനായിട്ട് കണ്ടിട്ടുള്ള, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നു, ഇ ചന്ദ്രശേഖരൻ നായർ, CPIയുടെ, മരിച്ചുപോയി. എന്തൊരു സ്റ്റെർലിംഗ് പേഴ്സണാലിറ്റിയാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു കുലീനത്വമുള്ള മനുഷ്യൻ, അരിസ്റ്റോക്രാറ്റിക് ബിഹേവിയർ. ആ മനുഷ്യനെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊഴുത് തലകുലിക്കും. അത്രയ്ക്കൊരു പേഴ്സണാലിറ്റി. ഇതൊക്കെ മോശമാണെന്നും, ഈ കൈ തീർത്ത് കയറ്റിയിട്ട് തെരുവിൽ എല്ലാവരെയും വെല്ലുവിളിക്കുക, ചീത്ത പറയുക, വെറുതെ പോകുന്ന ആളിനെ ഇവിടെ വേണ്ട, എവിടെ പോകുന്നേ, ഞാൻ ചാലക്കുടിക്ക്, എന്താ ചാലക്കുടിയിൽ വിശേഷം, അല്ല ഒന്നുമില്ലേ, പിന്നെ എന്തിനാ അവിടെ പോകുന്നു, ഇങ്ങനെ വിരട്ടുക. ഇതൊക്കെയാണ് ജീവിതം എന്ന് ധരിക്കുക. ഇതെല്ലാം ഞാൻ പോയി, എനിക്ക് അത്ഭുതമൊന്നുമില്ല, ഇത് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചില വിവേകങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ തല ഠോ എന്നിടിക്കും. അങ്ങനെ തന്നെയാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എഴുതിയിരിക്കുന്നത്. ഠോ എന്നിടിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇടിച്ച് മനസ്സിലാക്കിയവനാണ് ഞാൻ. എൻ്റെ തല ഇടിച്ചു, പല സ്ഥലത്ത് ഇടിച്ചു. നിഷ്കരണം വിധി എന്നെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി ചവിട്ട് വാങ്ങിച്ച് പഠിപ്പിച്ചു. അപ്പം ഞാൻ മര്യാദക്കാരനായി. അങ്ങനെ ഇടി വാങ്ങി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഒരു പക്ഷേ എനിക്ക് പിന്നാലെ വരുന്നവർ എൻ്റെ പാത പിന്തുടരരുത് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവർക്കത് പിന്തുടരാനൊരു അവകാശമുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ പിന്തുടർന്ന് വന്ന പാതയിൽ നിറച്ച് മുള്ളുകളായിരുന്നു, കല്ലായിരുന്നു. എൻ്റെ തല ഒരുപാട് സ്ഥലത്തിടിച്ചു. ഒരുപാട് പേര് ചുമ്മാ എന്നെ പ്രാതലിനെടുത്ത് തിന്നു. അവരുടെ വയറ്റിൽ കിടന്ന് ദഹിച്ചു. ഞാൻ ആവിയായിട്ട് പുറത്തേക്ക് വന്നു. ഇതൊക്കെ സംഭവിച്ചു. ഇതെല്ലാം അനുഭവിക്കാനാണ് നിങ്ങളുടെയും വിധിയെങ്കിൽ, വെൽ, യു ആർ വെൽക്കം, പ്ലീസ് ഡൂ ദാറ്റ്. ബട്ട് മൊത്തം സമൂഹത്തെ ഈ ഞാൻ പറഞ്ഞ ഈ വഴിയിൽ തന്നെ കൊണ്ടുവരും എന്നുള്ള വാശി ആർക്കും നല്ലതൊന്നുമല്ല. ഇതിനൊക്കെ അസാമാന്യമായ തിരിച്ചടി ഉണ്ടാവും സമൂഹത്തിൽ നിന്ന്. സമൂഹത്തിലെ ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് രാഷ്ട്രീയക്കാർ ധരിക്കാൻ പാടില്ല. അല്ല, ആളുകൾ പ്രതികരിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് എതിരഭിപ്രായം ഇല്ല എന്ന് കരുതാനും പാടില്ല. എതിരഭിപ്രായം ഉണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലാവരും അത് വിളിച്ചു പറയാനും പാടില്ല. അത് സമയമാകുമ്പോൾ വോട്ടിലൂടെയൊക്കെ അത് ശിവൻകുട്ടിമാർക്ക് മനസ്സിലാവുന്നില്ല. ഈ എന്താ ചെയ്യുക, അവർ വിചാരിക്കുന്നത് അവരെന്തോ മഹാകാര്യം ചെയ്യുന്നു എന്നാണ്. പാദപൂജ തടയുന്നതിലൂടെ, ഭാരതാംബയെ തടയുന്നതിലൂടെ. ഇൻസിഡൻ്റലി ഞാൻ പറയട്ടെ, ഭാരതാംബയെ സെനറ്റ് ഹാളിൽ ഫോട്ടോ വെച്ചു, മതചിഹ്നം വെച്ചു എന്നാണ്. ഇവർ പെർമിഷൻ കൊടുത്ത ആർക്കാണ്? പത്മനാഭ സേവാ സമിതിക്കാണ് പെർമിഷൻ കൊടുക്കുന്നത്. സുനിലെ, തിരുവനന്തപുരത്ത് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ ഹെഡിൽ സെനറ്റ് ഹാൾ വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ വരുമ്പോൾ ആർക്കായാലും അറിയാമല്ലോ ഏതാ പത്മനാഭൻ. അതെ, കിഴക്കേക്കോട്ടയിൽ തട്ടുകൾ നടത്തുന്ന പത്മനാഭൻ ചേട്ടനാണോ? അല്ലല്ലോ. തെങ്ങ് കയറാനോ പറമ്പ് കളയ്ക്കാനോ വരുന്ന പത്മനാഭനാണോ? അല്ല. ഇവരൊക്കെ മഹാന്മാരാണ്. പക്ഷേ ഇവരുടെ പേരിൽ സേവാസമിതിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതറിയാം, മറ്റേ കിടക്കുന്ന പത്മനാഭനാണ്. കാലുകാരും ഒന്ന് പേടിച്ചിട്ട് കിടക്കുന്നുണ്ടല്ലോ പുള്ളിയാണെന്ന് ആർക്കും അറിയാം. അവർക്ക് പെർമിഷൻ കൊടുത്തിട്ട് നിങ്ങൾ മതചിഹ്നം വയ്ക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ? ദെൻ വൈ ഡിഡ് യു ഗിവ് ദ പെർമിഷൻ? അവർ ശ്രീപത്മനാഭൻ്റെ ഒരു ശില്പമാണ്, ചിത്രമാണ് അവിടെ വെച്ചതെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ല. അത് മതചിഹ്നമല്ലേ? അപ്പം മതചിഹ്നമല്ല നിങ്ങളുടെ പ്രശ്നം. ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരവില്ലാതായി കഴിയുമ്പോൾ ഞാൻ പെറ്റീഷൻ വിഡ്രോ ചെയ്യുകയാണെന്ന് കൂടുതൽ. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. അയാളാണ് പരമയോഗ്യനായ രജിസ്ട്രാറായിട്ടിരിക്കുന്നത്. അയാൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ പാദപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇവരുടെ മക്കൾ, ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് സ്കൂളുകളിൽ പഠിച്ചിട്ട് അവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ ബഹളത്തിൽ മയങ്ങിപ്പോകുന്നത് ഈ SFIയുടെ മുദ്രാവാക്യം പെട്ടെന്ന് ആകൃഷ്ടരാകുമല്ലോ. അതെ, ചെറുപ്പത്തിൽ നമുക്ക് ഈ ഒരു വയലൻ്റ് ആക്ഷൻ വലിയ ഇതാവും. ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ ബസ് തടയുക, കല്ലെറിയാന്ന് വെച്ചാൽ കല്ലെറിയാനൊരു ചാൻസ് ഇല്ല. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരും.
തിരിച്ചു വരുമ്പോൾ ഈ ദുഷിച്ചു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ഒരു കല്ലെടുത്തെറിയും. കോളേജിൻ്റെ വെന്റിലേറ്ററിൻ്റെ ചില്ല് പൊട്ടും. ആ ചില്ല് പൊട്ടി കഴിയുമ്പോൾ വ്യവസ്ഥിതി തകർന്നടിഞ്ഞു, എന്നിട്ട് പോയി കിടന്നു. ഈ ഭ്രാന്തൊക്കെ ചെറുപ്പത്തിലുള്ളതാണ്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അനുഭവിച്ചിട്ടുള്ളവനല്ലേ ഇതിൻ്റെ ഈ കോൺസിക്വൻസസ്. മുൻകാല പ്രാബല്യത്തിൽ ക്രിമിനൽ കേസ് എടുക്കാം. ആ എടുത്തു. ഇനിയിപ്പോൾ ചില്ല് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ് വന്ന് എടുത്തോളൂ. അത് ഇതാണ് ദുഷിച്ചു നാറിയ സാമൂഹ്യ വ്യവസ്ഥയെ നന്നാക്കാൻ അതിൻ്റെ പ്രതിഷേധം ഒറ്റയേറെ. അപ്പോൾ ഒരു മനുഷ്യന് സന്തോഷമാണ് നമ്മൾ എറിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം പൊട്ടി വീഴുന്നത്. അതുകൊണ്ടാണ് ചില്ലിൻ്റെ നേർക്ക് എല്ലാവരുടെയും ഏറ് പോകുന്നത്. ഇരുമ്പിൻ്റെ ഒരു തൂണുണ്ടാക്കി വെച്ച് ആരും അറിയില്ല. പിന്നെ ശബ്ദം കേൾക്കാനായിട്ട് എറിയും എന്നാൽ, ബട്ട് ചില്ലാണ് ഫേവറേറ്റ്. അത് എറിഞ്ഞ് പൊട്ടിക്കാം, അതിൻ്റെ ശബ്ദം കേൾക്കാം. ഈ ഇതുപോലത്തെ പ്രാകൃതമായ പെരുമാറ്റം അത് തടഞ്ഞ് മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്നത് ഈ അധ്യാപകരാണ്. ചെറുപ്പം മുതൽ ഇങ്ങോട്ട് വളരുന്ന ശാഖ വെട്ടി അങ്ങോട്ട് നഴ്സിംഗ് എന്ന് പറയുന്നത് നഴ്സറി, അങ്ങനെ കാട് പോലെയാണ് സാധാരണ ചെടികളൊക്കെ വളരുന്നത് അവരുടെ പ്രകൃതിക്കനുസരിച്ച്. അങ്ങോട്ട് അത് വെട്ടിയും വയ്ക്കും, അതിൻ്റെ പുഴുവെടുത്ത് കളഞ്ഞും പിടിച്ചുമൊക്കെ നഴ്സ് ചെയ്യുക, പരിപാലിക്കുക. അതുകൊണ്ടാണ് ആശുപത്രിയിൽ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നവരെ നഴ്സ് എന്നാണ് വിളിക്കുന്നത്. ചെടികൾ വിൽക്കുന്ന സ്ഥലം അതിന് നഴ്സറി എന്നാണ് പറയുന്നത്. കാരണം അതും കുട്ടിയാണ്, അതിനെയും പരിപാലിക്കുന്നുണ്ട് അവിടെ ഒരാൾ. അതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെ പരിപാലിക്കുന്നവരാണ് അധ്യാപകർ. എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല. AKPCTA KGCTA ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്, അവരാണ് കൂടുതൽ. ബട്ട് എന്നാലെങ്കിലും മുഴുവൻ നഷ്ടപ്പെടാതെ ഇതൊന്ന് പ്രിസർവ് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അതെന്തോ മഹാപാപമാണ്. 18-ാം നൂറ്റാണ്ടിലേക്ക് പോക്കാണ്, 17-ാം നൂറ്റാണ്ടിലേക്ക് പോക്കാണ്. എന്തൊരു കഷ്ടമാണ്. ഇത് പ്രവചനം പോലെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേട്ടോ. ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളിൻ്റെ ആദ്യത്തെ തീരുമാനം, എൻ്റെ അച്ഛൻ ബുദ്ധിയില്ലാത്തവനും എൻ്റെ അപ്പൂപ്പൻ ഭ്രാന്തനുമായിരുന്നു. ആ വിശ്വാസത്തോടെയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. സോ ട്രഡീഷനെ മുഴുവൻ തള്ളിപ്പറയുക, എങ്കിലേ നിങ്ങൾ വിപ്ലവകാരിയാകും. അച്ഛനെ ബുദ്ധിശൂന്യനെന്നും അപ്പൂപ്പനെ ഭ്രാന്തനെന്നും വിളിക്കുന്നവൻ ബുദ്ധിമാനാകും. അത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ്. അതിൻ്റെ കൂടെ സാറന്മാരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കുക. വനിതാ അധ്യാപികയാണെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അവരെ കമൻ്റ് അടിക്കുക, അശ്ലീല കമൻ്റ് അടിക്കുക. അവർ ഒരു ചൂരൽ ഓങ്ങിക്കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് എടുക്കുക. കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി പറഞ്ഞത്, അല്ല ഇത് ശരിയല്ല. കാരണം ബാലാവകാശ കമ്മീഷൻ ഇത് കയറി ഇടപെട്ടിട്ട് ഒരു ടീച്ചറിനെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുക. ഹൈക്കോടതി പറഞ്ഞു നോ, ഒരാവശ്യത്തിന്, ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യത്തിന് ചൂരൽ ഉപയോഗിക്കുന്നത് തെറ്റല്ല, അത് ക്രിമിനൽ കുറ്റമല്ല. ആ ചൂരൽ ഉപയോഗിക്കാതെ ആയതാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഇപ്പോഴത്തെ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അവർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഉള്ള വിധിയിൽ പറഞ്ഞു. കോടതികൾക്കും മനസ്സിലായി തുടങ്ങി ഈ ചൂരൽ പിൻവലിച്ചതിൻ്റെ ദോഷം. ഇങ്ങനെ ഒരു നല്ല സംസ്കാരം പഠിപ്പിക്കാൻ ഒരു രീതിയിൽ സമ്മതിക്കില്ല. പകരം തെറിപ്പാട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പം പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ആർക്കും എന്ത് കോപ്പറേറ്റ് വേണമെങ്കിലും കാണിക്കാം. ഏതായാലും TG പറഞ്ഞതുപോലെ തലയൊന്നും ഇടിക്കേണ്ട സമയമായി വരുന്നുണ്ട് ചിലരുടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.